വറഹ്മത്ത്. കേരളത്തിലെ പെരുമാൾ രാജവംശത്തിലെ രണ്ടാം ചേര രാജാവായിരുന്നു ചേരമൻ പെരുമാൾ. ഒരു ദിവസം ഉറക്കത്തിൽ അദ്ദേഹം വളരെ വിചിത്രമായ ഒരു സ്വപ്നം കാണുന്നു. രാത്രിയിൽ ആകാശത്ത് ചന്ദ്രൻ രണ്ടായി പിളർന്നു മാറുന്നു. എന്താണ് സ്വപ്നത്തിന്റെ അർത്ഥം എന്ന് മനസ്സിലാകാതെ അദ്ദേഹം വളരെ അസ്വസ്ഥനാകും. പലരിൽ നിന്നും ഒരു വ്യക്തമായ ഉത്തരം അദ്ദേഹത്തിന് ലഭിക്കാതിരിക്കുമ്പോഴാണ് മുസൂറിസ് തുറമുഖത്ത് വന്ന അറബി വ്യാപാരികൾ രാജാവിനെ കാണാനിടയായത്. രാജാവ് കണ്ട സ്വപ്നം പ്രവാചകൻ മുഹമ്മദ് നടത്തിയ ഒരു വിസ്മയമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ വിശ്വാസമെന്ന രാജാവ് മക്കയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അവിടെ എത്തി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മടങ്ങിയുള്ള യാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. മരിക്കുന്നതിന് മുൻപ് കൂടെയുള്ളവരോട് തന്റെ രാജ്യം സന്ദർശിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഇസ്ലാമിലെ ആദ്യകാല പ്രചാരകളിൽ ഒന്നായ മാലിക് ബിൻ ദിനാർ കൊടുങ്ങല്ലൂർ സന്ദർശിക്കുകയും ചേരമൻ പെരുമാളിന്റെ പേരിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തു. ചേരമൻ ജുമാ മസ്ജിദ് എന്നറിയപ്പെടുന്ന ഈ പള്ളി ഇന്ത്യയിലെ തന്നെ ആദ്യ മസ്ജിദായി ചരിത്രകാരന്മാർ പറയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം 2 തവണ പള്ളി പുതുക്കി പണിതതായി കണക്കാക്കപ്പെടുന്നു. പുരാതന കേരളത്തിന്റെ വാസ്തുവിദ്യയുടെ മനോഹാരിത ചേരമൻ മസ്ജിദിനെ മറ്റ് പള്ളികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ആദ്യകാലം മുതൽക്ക് തന്നെ മസ്ജിദിന്റെ ഉള്ളിലുള്ള എണ്ണ വിളക്ക് ഇന്നും കേരളത്തിന്റെ ഒരു കാലത്തെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളമായി നിലനിൽക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ചരിത്രകാരന്മാർ ചേരമൻ പെരുമാളിന്റെ ഇസ്ലാം മതപ്രവേശനത്തിന് കാതലായ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന് വാദിക്കുന്നു. ചേരമൻ പെരുമാൾ ബുദ്ധമതമാണ് സ്വീകരിച്ചെന്നും ചേരമൻ പെരുമാളും പള്ളിവാണ പെരുമാളും രണ്ട് പേരാണെന്നും ഇവർ പറയുന്നു. എന്തായാലും ഇസ്ലാം മതം രൂപപ്പെട്ട 7ാം നൂറ്റാണ്ടിൽ തന്നെയാണ് പള്ളി പണികഴിപ്പിച്ചതെന്നും ചേര രാജാക്കന്മാർക്ക് ഇസ്ലാം പ്രചാരകരുമായി ബന്ധമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നും പഴയകാല തുറമുഖ നഗരമായ ഇന്നത്തെ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രങ്ങളിൽ പറയുന്നത്.